ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സോഫ്റ്റ് അറിയോ, നല്ല സോഫ്റ്റും അതാണെങ്കിലോ നല്ല നല്ല ലെയറും. ഇത് ഉണ്ടാക്കണതോ നമ്മൾ വീട്ടിൽ തലേന്ന് രാത്രിയിലോ ഉച്ചക്കൊക്കെ ബാക്കി വരുന്ന, അതും വെള്ളത്തിലൊക്കെ കിടന്ന് പഴയതായ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ചോറ് ബാക്കിയായാലേ വേറെ ചോറ് വെക്കുമ്പോൾ അതിലേക്ക് ഇടാനോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കേടാവാനോ ഒന്നും നിന്ന് തെങ്ങിൻ്റെ ഒറ്റയ്ക്ക് എറിയാനൊന്നും നിൽക്കണ്ട. കാടുവെള്ളത്തിലിടൊന്നും വേണ്ട. നമുക്കിതാ ഇതുപോലെ ഒരു കപ്പ് ചോറെടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് ഒരൊറ്റ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പൊറോട്ടനൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു രാവിലത്തെ ചായൻ്റെ കടിയെന്നോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുവിടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് ചോറ്, അതുപോലെ തന്നെ ഒരു കോഴിമുട്ട, ഒരു ലേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാ. അതിൻ്റെ ആ ജാറിൽ കുറച്ചൊക്കെ ഉണ്ടായിനി, അതൊക്കെ കൈകൊണ്ടൊക്കെ വടിച്ചെടുത്ത് നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ ഇതാ കണ്ടല്ലോ, ഇതാണ് ഇതിനൊരു കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു ഇതിക്ക് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് മക്കളെ. അതിലൊന്നും ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാണ്ട് ഇതാണില്ല. മൈദപ്പൊടി ഉള്ളവർ അതെടുത്തോളി, ഗോതമ്പ് പൊടി ഉള്ളവർ അതെടുത്തോളി. ഏതായാലും ഒരു കപ്പ് ചോറ് നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിലേക്കൊരു 2 കപ്പ് പൊടി ഇട്ടുമ്പോൾ നമുക്ക് ആ ഒരു നനവിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിതിലേക്ക് മുട്ട ചേർത്തുകൊണ്ട് തന്നെ 1/2 കപ്പും കൂടെ പൊടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ 2 കപ്പ് 2.5 കപ്പ് അരിപ്പൊടി അല്ല മൈദപ്പൊടി, അതുപോലെ തന്നെ 1 കപ്പ് ചോറ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചോറ് അരച്ചപ്പോൾ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാൽ രക്ഷപ്പെട്ടിനി, പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊള്ളേണ്ടി. ഞാൻ ഏതായാലും ഇത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്ന ഉപ്പ്. ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല, കുഴക്കുന്നതിന് മുമ്പ് ഓർമ്മ അത് അത്രയും നന്നായി. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല എളുപ്പമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പണിയില്ല കേട്ടോ. നമ്മൾ പൊറോട്ടക്കൊന്നും കുഴക്കുന്ന പോലെ മല്ലിക്കിട്ട് കുഴക്കാനോ ഒന്നുമില്ല, നല്ല എളുപ്പമാണ്. എന്നാലും പൊറോട്ടക്ക് അവിടെ നിൽക്കുള്ളൂ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല. ഈ ഒരു മുട്ടയും കൂടി ചേർത്തുകൊണ്ടാണോന്നറിയില്ല, ഒരു വെറൈറ്റി രുചിയും. പിന്നെയാണ് നമ്മൾ ചോറ് ചേർത്തതല്ലേ, ചോറ് ചേർത്താൽ എല്ലാത്തിനും വേറൊരു രുചി കിട്ടുമല്ലോ. പിന്നെ എല്ലാം നല്ല സോഫ്റ്റാനും നല്ലതാണ് കേട്ടോ ഈ ഒരു ചോറ് ചേർക്കുന്നത്. നമ്മൾ ഓട്ടടൊക്കെ ചുടുമ്പോൾ നമ്മൾ ചോറ് ചേർക്കുമല്ലോ, പിന്നെ തളച്ച വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആരെടുത്ത് പൊള്ളിയ ഓട്ടട നമുക്ക് കിട്ടൂലേ, അതുപോലെ തന്നെയാണ് മക്കളെ നമ്മൾ ഈ ഒരു ചോറ് ചേർത്താൽ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. പിന്നെ പൊടിൻ്റെ കണക്ക് നിങ്ങളടുത്ത് കുറച്ച് വെള്ളം ഏറുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുത്തോളി. വെള്ളം കുറവാണെങ്കിൽ അനുസരിച്ചിട്ടുള്ള പൊടി കുറച്ചും കൊടുത്തോളി. അതൊക്കെ നമ്മൾ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുക. കയ്യിൽ വല്ലാതെ ഒട്ടി പിടിച്ചിട്ട് ചളിപിളി ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആർക്കും ഉണ്ടാക്കാം. ഒരു ഫ്ലോപ്പാവലും ഇതിനുണ്ടാവില്ല കേട്ടോ. ഇതുണ്ടല്ലോ എന്തൊരു എളുപ്പമാണ് ഇത് കുഴച്ച് ചെയ്യണത്. കയ്യിലൊന്നും ഒട്ടി പിടിക്കണില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ എങ്ങനെയായാലും മൈദല്ലേ, വെള്ളം ഏറിയില്ലെങ്കിലും ഒന്ന് ഒട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു പക്ഷേ നിങ്ങൾ കയ്യിൽ വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതെല്ലാം തന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കയ്യിലൊന്നും ഒട്ടാതെ കിട്ടുക. അപ്പോൾ അതാ ഞാൻ പാത്രത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് കുഴക്കാനുള്ള സൗകര്യം കിട്ടുമല്ലോ. ഞാൻ സാധാരണ തളികയിലൊക്കെയാണ് പൊടിയൊക്കെ കുഴക്കൽ. അപ്പോൾ തളിക അപ്പോൾ അങ്ങനെ അത് മുന്നിലേക്ക് വെക്കാൻ പറ്റാത്ത രീതി, പണ്ട് ഓർക്കാപ്പിളി ചിക്കിയാണ്ട് ഉണക്കിയ തളിക ഒരു വൃത്തി പോയ മാതിരിയാണ്. പുതിയ തളികയിന് പറഞ്ഞിട്ട് എന്താ. പക്ഷെ ഞാൻ അതിൽ വീഡിയോയിൽ തന്നെ പൊടി കുഴച്ചിട്ടൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്നും കൂടെ കുഴച്ച് ഇതാ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഓയിലൊക്കെ പുരട്ടി ഇതുപോലത്തെ ഒരു ഡോ ആക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. അത് വേണമെന്നൊന്നും ഇല്ല, പക്ഷെ എനിക്ക് എന്താ പറയുക ഇതിക്കൊരു കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. അത് ഒരു സാധാരണ ഒരു ലക്കട കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ട്, തക്കാളി കൊണ്ടൊരു കറിയാണേ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി വന്നു. ഇപ്പോൾ അതാ അത് നല്ല സോഫ്റ്റായി കേട്ടോ. ആ ഒരു ബോള് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം നിന്നിക്കണ്.
ഇനി നമുക്കിതാ ഇതുപോലെ നമ്മൾ ആ ഒരു അത്രയും പൊടി ഉണ്ടല്ലോ അത് 2 എണ്ണമാക്കി മാറ്റിയിട്ട് ഇതാ അതിന് ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് പരത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ 2-4 സൈഡൊക്കെ ഇതിൻ്റെ ഈ ഓരോ സൈഡ് പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ചുരുട്ടി കൊണ്ടുവരാനുള്ളതാണിത്. അപ്പോൾ ചുരുട്ടി കൊണ്ടുവരുമ്പോഴൊന്നും എന്താണ് വേഗം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ മൈദ എന്താ പറയുക വേഗം വലിഞ്ഞ് ഇങ്ങനെ കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചുരുട്ടുമ്പോൾ അങ്ങനെ കൂടാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കട്ടിംഗ് ബോർഡ് കണക്കായിട്ടൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലേശിച്ച പൊടി നമ്മളിങ്ങനെ പൊടി വിതരണമൊക്കെ എന്തിനാണെന്നറിയോ, നാളിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചോദിക്കേണ്ടത് എന്തിനാ അങ്ങനെ ഓയിൽ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം, ഇങ്ങനെ പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്ന്. പക്ഷേ എന്തിനാണെന്നറിയാം, നമ്മളിങ്ങനെ ഓയിലും പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടുമ്പോൾ ഒരിക്കലും അത് ഒന്നൊന്നിമ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇങ്ങനെ ഈ ചുരുട്ടിയതൊക്കെ ലെയറായിട്ട് ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയി ചെയ്യണം. ഇതതുപോലെ ഉരുട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരുപാടെണ്ണം കിട്ടും കേട്ടോ. ഇത് ഒരെണ്ണത്തിനൊന്നല്ല, ഇതൊരു 3-4 എണ്ണമൊക്കെ ഉണ്ടാവും. ഏതായാലും ഒന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അമരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒക്കെ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 12 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടിക്കോളി. ഇനി പറ്റ ആൾ കുറവാണെങ്കിൽ കുറച്ചും ചെയ്താൽ കേട്ടോ, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ കണ്ടില്ലേ, അതാ ഇതുപോലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. കാരണം നമ്മളിതൊന്ന് പരത്തിയതല്ലേ. അപ്പോൾ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ നല്ല ലെയറൊക്കെ വിരിഞ്ഞ് വരും. വിരിഞ്ഞ് വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതുപോലെ ഇങ്ങനെയായിട്ട് വട്ടുണ്ടാക്കുന്നത് കണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഞാൻ കാണിച്ചതാ, കണ്ടില്ല ലെയർ വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂ പോലെ അല്ലേ, റോസാപ്പൂവിൻ്റെ മുട്ട് പോലെ അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലെയറൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് നമുക്കിത് പരത്തിയൊക്കെ ആയി വരുമ്പോൾ ആ ഒരു ലെയർ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്ക് കറക്റ്റിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഈ നമ്മൾ ആദ്യം ഇങ്ങനെ ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പരത്തിയില്ല, അപ്പോഴും വേണം കേട്ടോ ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് പരത്തുമ്പോഴും ഇതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തി കൊടുക്കുക. അത്യാവശ്യം നല്ലോണം പൊടി ഇട്ടോളിട്ടോ, എങ്കിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ നിൽക്കുള്ളൂ. നല്ല സോഫ്റ്റാണിത്. ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡ് മേലെ തന്നെ പരത്തണമെന്നൊന്നുമില്ല. അത് കൗണ്ടർ ടോപ്പിൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പിലാണ് പരത്തൽ. ഇപ്പോൾ പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പമാക്കിക്കോളി. ഞാനിപ്പോൾ നല്ല തിന്നായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ല വലിയൊരു പൊറോട്ടൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചെടുത്തിക്കണം. എന്നിട്ട് ചുട്ടെടുക്കുമ്പോൾ ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളി. പിന്നെ അത് വലിയൊരു കട്ടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കാതെ തന്നെ ഇതാ ഇതുപോലെ ആ ഒരു പത്തിരി പൊറോട്ട എന്നൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് ഇതുപോലെ ഇതാ നന്നായിട്ട് തന്നെ ഇതിന് മുകളിലൂടെ ഒക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്പാച്ചില. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ചുട്ടെടുത്തു. ഏതായാലും കണ്ടില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റ് പഞ്ഞിയാണ്, നല്ലതുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയതെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഫിഷോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് കൂട്ടുമ്പോൾ ഒന്നും കൂടെ രുചി മുന്നിലേക്ക് നിൽക്കും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു ഇത് ചപ്പാത്തിയല്ല പൊറോട്ടയല്ല, എന്താ പറയുക എനിക്കറിയില്ല, അത്രക്കും നല്ല സംഭവമാണ്. ഈ ഒരു മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്, സോഫ്റ്റാണ്, ഒക്കെയാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്.